കുട്ടികളുടെ കൈപ്പിടികൾക്കുള്ളിലേക്ക് ലഹരി എത്തിക്കുന്ന ശൃംഖലയുടെ അതിൻ്റെയാണ് വേരറുക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വേട്ടകൾ, പിടിച്ചെടുത്ത ലഹരിയുടെ ബാഹുല്യം ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട്. ഇതിന് പക്ഷെ തുടർച്ചയുണ്ടാകണം. ആ നിലയ്ക്ക് നടപടികൾ ഉണ്ടാകുമോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തിരിച്ചാണ് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ലഹരിയുടെ ഫലമായിട്ടുണ്ടാവുക എന്നതിനേക്കാൾ എന്തുകൊണ്ട് ലഹരി തേടി പോകുന്നു, എന്തുകൊണ്ട് ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ജീവിതം തന്നെ ഒരു ലഹരിയായിട്ട് മാറേണ്ടതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉള്ള പല സന്തോഷങ്ങളും നമുക്ക് ആനന്ദം നൽകാൻ കഴിയുന്നതാണ്. അപ്പോൾ ജീവിത സന്തോഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സന്തോഷം തേടുന്നതിന് പകരം, ആനന്ദം കണ്ടെത്തുന്നതിന് പകരം കൃത്രിമമായിട്ടുള്ള ആനന്ദം കണ്ടെത്താൻ ലഹരിയുടെ മാർഗത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു മാനസികമായ അനാരോഗ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അപ്പം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ലഹരി ഒരു പ്രധാന വെല്ലുവിളിയാണ്, ഒരു സാമൂഹിക വിപത്താണ്. പക്ഷേ ലഹരിയിലേക്ക് എത്തുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് എന്നതും നമ്മൾ നോക്കണം. മുമ്പില്ലാത്ത തരത്തിൽ കൂടുതൽ ലഹരിയിൽ ആശ്രയിക്കുന്നത്, കേവല സന്തോഷത്തിന് വേണ്ടിയൊക്കെ ലഹരി ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ലഹരി ശൃംഖലയുടെ വേരറുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇപ്പോൾ മാധു തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശക്തമായ നടപടികൾ പോലീസും എക്സൈസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം പരിഹരിക്കേണ്ടതല്ല ഒരു സാമൂഹിക വിപത്ത് എന്നതാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം എടുത്താൽ 2024 കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്, ദേശീയ അടിസ്ഥാനത്തിലുള്ള കണക്കുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് എടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും കേരളത്തിലാണ്. എന്നാൽ ഇന്ത്യയിലെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊന്നും കേരളമില്ലെന്ന് നമ്മൾ കാണണം. അത് മറ്റ് പല സംസ്ഥാനങ്ങളുമാണ്. മുന്നിൽ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും കേരളത്തിലെടുത്തതിൻ്റെ 3-1, 4-1 കേസ് പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ 24,517 കേസ് നമ്മൾ 2024 എടുത്തു. പഞ്ചാബ് ലഹരി ഉപയോഗത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ 9,734 കേസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ 3 ഇരട്ടി കേസ് ഇവിടെ, ഏതാണ്ട് 3 ഇരട്ടി കേസ് എടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാണെന്നാണ് കാണിക്കുന്നത്. ഇനി മാത്രമല്ല, നമ്മുടെ ലഹരി കേസുകളിലെ, മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക്, കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ്. 98.19%, 100%-ത്തിനടുത്താണ്. എന്ന് പറഞ്ഞാൽ ലഹരി കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ ശിക്ഷ ഏറെക്കുറെ ഉറപ്പാണ്. ഒരാളും ശിക്ഷിക്കപ്പെടാതെ പോകുന്നില്ല എന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. ദേശീയ ശരാശരി 78% മാത്രമാണ്. പല തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തെലങ്കാന 25% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ, ആന്ധ്ര 25% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ 98% ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നു. പക്ഷേ സാമൂഹിക വിപത്തിനെ നമ്മൾ എക്സൈസിനെയോ പോലീസിനെയോ ഉപയോഗിച്ചോ കാര്യക്ഷമമായ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ടോ മാത്രം നേരിട്ടാൽ പോരാ. വലിയ തോതിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്, സാമൂഹികമായ ജാഗ്രത ആവശ്യമാണ്, ജനങ്ങളെയാകെ അണിനിരത്തേണ്ടതുണ്ട്. എനിക്കൊരു പേഴ്സണൽ ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മിനിസ്റ്റർ 2 കുട്ടികളുടെ പിതാവാണ്, ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. നമുക്ക് വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് ആശങ്കകളുണ്ട്. മിനിസ്റ്റർക്ക് കുഞ്ഞുങ്ങളോട് എന്താ പറയാനുള്ളത്? എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. രക്ഷിതാവ് എന്ന അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒന്ന്, കുട്ടികളെ നാം കൂടുതൽ പരിഗണിക്കുകയും അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവരുടെ പെരുമാറ്റം, സമീപനം അതൊക്കെ മനസ്സിലാക്കുകയും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യണം. കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറയും. അത്രയേറെ സമയം കൊടുക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്ന സ്വയം വിമർശനത്തോടു കൂടി തന്നെ പറയട്ടെ. യഥാർത്ഥത്തിൽ കൂടുതൽ സമയം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ സമയം കൊടുക്കേണ്ടതാണ്. അല്ല, ഏറ്റവും ചുരുങ്ങിയത് അവരെ മനസ്സിലാക്കാനെങ്കിലും നമുക്ക് കഴിയണം. അവരുടെ സമീപനത്തിൽ, പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന പ്രവണത, ഇപ്പോൾ മന്ത്രി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽ തന്നെ വന്നിട്ടുള്ള പല കേസുകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം ഒരു അധ്യാപകൻ ശ്രദ്ധയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശ്രദ്ധയപ്പെടുത്തുന്നു, തൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ദുശ്ശീലത്തിന് അനുഭവപ്പെട്ടിരിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ആദ്യത്തെ പ്രതികരണം പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരു ഡിനയൽ മോഡാണ്. അത് നിഷേധിക്കലാണ്, കണ്ണടച്ച് നിഷേധിക്കും. അതവർ അംഗീകരിക്കുകയേയില്ല. എന്നിട്ട് പറയുന്നത് എൻ്റെ കുട്ടിയെക്കുറിച്ച് അനാവശ്യം പറയരുത്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അന്ധമായ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ആണ് എന്ന് കണ്ടെത്തിയാൽ അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുട്ടികളെ മർദ്ദിച്ചിട്ടോ അടിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല. അവരെ സമാധാനത്തോടെ, സമചിത്തതയോടെ അത് മനസ്സിലാക്കുകയും അവരെ തിരുത്താനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യണം. ഇന്ന് അതിനുള്ള സാധ്യതകളുമുണ്ട്. കൗൺസിലിംഗ് കൊടുക്കാൻ, ശാസ്ത്രീയമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്.
ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതിന് പകരം നമ്മൾ കണ്ണടച്ചതുകൊണ്ട് ഇരുട്ടാവില്ല, നമ്മൾ നിഷേധിച്ചതുകൊണ്ട് യാഥാർത്ഥ്യമല്ലാതാവില്ല. അത് ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ കഴിയാത്ത പതനത്തിലേക്കാണ് എത്തിക്കുക. മറിച്ച് തുടക്കത്തിൽ ഇത് ശ്രദ്ധയിൽ വന്നാൽ അവരെ തിരുത്താൻ നാം ശ്രമിച്ചാൽ, സ്നേഹപൂർവ്വമായിട്ടുള്ള സമീപനത്തിലൂടെ, ഇടപെടലിലൂടെ, ഒപ്പം ശാസ്ത്രീയമായ മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചാൽ അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്ന എത്രയോ പേരുണ്ടല്ലോ, ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റാൻ കഴിയും. അതാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. കുട്ടികളോട് പറയേണ്ടത് അവരവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെയാണ് പറയേണ്ടത്. ഒറ്റ കാര്യം കൂടി കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ആലോചിച്ചത് അതാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സജീവ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്. ഇങ്ങനെയൊന്നും ഒരു സംഘർഷം, കുട്ടികൾ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഒരു കാലത്ത് ഞങ്ങളുടെയൊന്നും സ്കൂൾ കാലത്തോ കോളേജ് കാലത്തോ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് വലിയ പ്രചരണമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും ഒക്കെ എതിരായിട്ട്. പക്ഷെ ഇമാതിരി കുട്ടികൾ നൂറുകണക്കിന് ആളുകൾ ചേർന്നിട്ട് തല്ലിച്ചതയ്ക്കുക, എല്ലാം തല്ലി തീർക്കുക, സംഘർഷം ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ പോലും അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ ഒരു തരത്തിലുള്ള താരതമ്യവുമില്ല. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അല്ലെങ്കിൽ രണ്ട് കൂട്ടങ്ങൾ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏക മാർഗം തല്ലുക എന്നതല്ല. തല്ലിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും ആത്യന്തിക പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് ആണ് കുട്ടികളോട് പറയാനുള്ളത്. അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രധാനമായിട്ട് അവരവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെയാണ്. ഇപ്പം സമൂഹത്തിനാകെ ഇതുണ്ടാവുന്നില്ലേ? നിങ്ങൾ നോക്കൂ, ചെറിയ ചെറിയ പ്രകോപനങ്ങളിൽ കൊലപാതകം സംഭവിക്കില്ലേ? ചെറിയ പ്രകോപനം മതിയല്ലോ. വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം, ചെറിയ വാക്കുതർക്കം, അതിൻ്റെയൊക്കെ പേരിൽ കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു. ക്ഷിപ്രകോപമാണ് എല്ലാവർക്കും. പെട്ടെന്ന് എല്ലാത്തിനുള്ള പരിഹാരമായിട്ട് ഈ ആയുധത്തെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈക്കരുത്തിന് ഉപയോഗിക്കുക എന്നൊരു സ്ഥിതി വന്നു. നമ്മുടെ സമൂഹത്തിനാകെ സംഭവിച്ച സാരമായൊരു തകരാറായിട്ട് വേണം ഇത് കണക്കാക്കാൻ. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മിസ്റ്റർ. പങ്കുവെക്കുന്നത് വളരെയധികം നന്ദി. ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു.